യോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്ന് ഭാരത് ബന്ദ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയെന്നല്ല പ്രതീക്ഷിക്കുന്നു. ഞാനും പണിക്ക് പോയില്ല, കാരണം നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടി പുറത്തിറങ്ങിയാൽ എപ്പോഴാണ് പണി കിട്ടാമെന്ന് അറിയില്ല. സോ ഞാൻ നമ്മുടെ ഫാമിലെ സാറിനെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെയാണ്. സാർ പറഞ്ഞു യെസ് ശരിയാണ്, റിസ്ക് എടുക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സാർ ഓക്കെ പറഞ്ഞു. സോ നമ്മളിന്ന് പണിക്ക് പോയില്ല. ഇവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. എനിക്ക് ചെറിയ ചില ദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാം. നമ്മൾ പാൽ നിരോധിച്ചതാണല്ലോ. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് കട്ടൻ ചായ ആൻഡ് എന്തെങ്കിലും കടി സെറ്റപ്പ് റെഡിയാക്കാം. ഗൈസ്, അപ്പം അതായത് നമ്മൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചായക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട ശേഷം ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ അമ്മമ്മ അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അതിന് നമ്മളത് ഇങ്ങനെ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സോ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ചില്ലി ഗ്ലാസ്സിൽ കിടക്കുന്ന നമ്മുടെ റസ്ക് ഉണ്ട്, റസ്ക് ഉണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ കട്ടൻ ചായ ഇങ്ങനെ എടുക്കാം. എന്നാ സുഖം, മഴയത്ത് നല്ല കട്ടൻ കുടിക്കാൻ നല്ല സുഖം. ഇനി നമുക്ക് നമ്മുടെ ചില്ലിയും ഡബ്ബ തുറന്നിട്ട് നമ്മുടെ റസ്ക് ഇങ്ങനെ എടുക്കുക. റസ്ക് എടുത്തിട്ട് നമ്മുടെ കട്ടൻ ചായയിൽ ഇങ്ങനെ മുക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് കഴിക്കാം. ഏതാ ഫീൽ ഗൈസ്, അടിപൊളി ഫീലാണ്. മുക്ക കഴിക്കാം, ടോപ്പ് നോച്ച്. വേറെ കടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതാണ്. സോ ദിസ് ഈസ് എ നൊസ്റ്റാലജിക് സംഭവം. പലർക്കും ഈ വീഡിയോ കാണുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. കാരണം പണ്ട് കാലത്ത് ഇതുപോലെ കടിയും സാധനങ്ങളൊന്നും കിട്ടൂല. ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം. ചായയിൽ മുറിക്കുക, കട്ടൻ ചായയിലൊക്കെ മുക്കി റസ്ക് കഴിക്കുക എന്നുള്ള ഒരു വികാരമായിരുന്നു. സോ നമ്മൾ ആ വികാരം തുടർന്ന് പോകുന്ന ഇതിൻ്റെ നമ്മൾ മഴയും കണ്ടുകൊണ്ട് ഇങ്ങനെ പയ്യെ റക്ക് നമ്മുടെ കട്ടനിൽ മുക്ക കഴിക്കുക. ഓബ്വിയസ്ലി ഇറ്റ്സ് അമേസിങ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് കട്ടൻ്റെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആണോ, റസ്കാണോ, പരിപ്പൊടിയാണോ, പഴംപൊരിയാണോ, എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ എന്തായാലും ഞാൻ അതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയൊരു ചായ ബ്ലോഗിൽ വേറെ പരിപാടിയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഭാരത് ബന്ധാണ്. വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ ഒരു അടിപൊളി ബ്ലോഗ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ബൈ.